സോ കുഞ്ഞുങ്ങൾക്ക് ഈ അനസ്തേഷ്യ കൊടുക്കുന്നത് സുരക്ഷിതമാണ്. അത് ഈ സർജറി കഴിഞ്ഞെന്നും പറഞ്ഞ് കുട്ടിയെ ഒന്നും നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടൊന്നും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ഈ കുട്ടികൾ സർജറി കഴിഞ്ഞെന്നും പറഞ്ഞ് ആരും അടങ്ങിയിരിക്കാനൊന്നും പോകുന്നില്ല. അവരവരുടെ ചാട്ടവും ഓട്ടവും അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. വെൽക്കം ടു ലൈഫ് ലൈൻ പ്ലസ്. കുട്ടികൾക്ക് ആവശ്യമായിട്ട് വരുന്ന സർജറി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഷെയർ ചെയ്യാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിന്റെ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ ടിങ്കി എല്ലാണ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു അഞ്ജു. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിന് വാട്ട് ഈസ് പീഡിയാട്രിക് സർജറി ആൻഡ് ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അതർ സർജറീസ്? അതുപോലെ തന്നെ എത്ര ഏജ് ലിമിറ്റ് ആണ് നമ്മൾ ഈ പീഡിയാട്രിക് സർജറി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ? ഓക്കെ. സോ പീഡിയാട്രിക് സർജറി എന്ന് പറയുന്നത് കുട്ടികളിൽ ചെയ്യുന്ന സർജറിയാണ് നമ്മൾ പീഡിയാട്രിക് സർജറി എന്ന് പറയുന്നത്. ഹൗ ഇസ് പീഡിയാട്രിക് സർജറി ഡിഫറെൻറ്റ് ഫ്രം അതർ സർജറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി കൺസേൺ വിത്ത് ന്യൂ ബോൺ സർജറീസ് ആണ്. അതായത് ഇന്ന് ജനിച്ച കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനത്തെ കൺജനിറ്റൽ അനോമലീസ് അങ്ങനത്തെ ഉള്ള കുട്ടികൾക്കാണ് നമ്മൾ കൂടുതലും സർജറീസ് ചെയ്യുന്നത്. അപ് ടു 12 ഇയേഴ്സ് ഓഫ് ഏജ് വരെയാണ് പീഡിയാട്രിക് സർജറി കോൺസെൻട്രേറ്റ് ചെയ്യണത്. പക്ഷെ ചില സെൻറ്റേഴ്സിൽ അപ് ടു 17 ഇയേഴ്സ് വരെ സർജറി ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ജനിച്ച് കഴിഞ്ഞിട്ടുള്ള അതായത് ന്യൂ ബോൺ ബേബീസിന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന സർജറീസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഏത് സാഹചര്യത്തിലാണ് അവർക്ക് അങ്ങനത്തെ സിറ്റുവേഷനിൽ സർജറി ചെയ്യുന്നത്? അതായത് ഇപ്പം ന്യൂ ബോൺസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യേണ്ട കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രക്കിയോ ഈസോഫേജിയൽ ഫിസ്റ്റുല, അതായത് അന്നനാളവും ശ്വാസകോശവും കൂടെ ഒട്ടി ജനിക്കുന്ന കുട്ടികൾ. വേറെ കൺജനിറ്റൽ ഡയഫ്രമാറ്റിക് ഹേർണിയ, അതായത് നമ്മുടെ ഡയഫ്രത്തിൽ ഒരു ഹോൾ ഉള്ളത് കാരണം വയറ്റിലുള്ള കുടലും സ്റ്റൊമക്കും ലിവറും ഒക്കെ ചില കുട്ടികൾക്ക് നെഞ്ചിൻ്റെ ലങ്സിന് പകരം ആ ഏരിയയിലായിരിക്കും. അപ്പം അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇൻ്റർവീൻ ചെയ്തില്ലെങ്കിൽ കുട്ടികൾ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതല്ലാതെ ഏനോറെക്ടൽ മാൽഫോർമേഷൻ എന്നും പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, അതായത് മലദ്വാരം ഇല്ലാതെ ജനിക്കുന്ന കുട്ടികൾ. അപ്പം അതാണെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങോട്ടുള്ള ഇത് ബുദ്ധിമുട്ടല്ലേ. അപ്പം അതിനു വേണ്ടിയുള്ളതൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യും. കുഞ്ഞുങ്ങളിൽ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്ന സർജറീസ് ഏതൊക്കെയാ? അതായത് പീഡിയാട്രിക്സിൽ കാണുന്ന മോസ്റ്റ് കോമൺ സർജറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർണിയ, ഹൈഡ്രോസീൽ, പിന്നെ സർക്കംസിഷൻ, പിന്നെ ഓർക്കിഡോപെക്സി, അതാണ് മെയിൻ. പിന്നെ കുറച്ച് അപ്പൻഡിക്സ്, അതൊക്കെയാണ് സാധാരണ കാണപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ റീസെന്റ് ഡേയ്സിൽ നമ്മളിപ്പോൾ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, അനസ്തേഷ്യ റിലേറ്റഡ് ആയിട്ട് അതൊരു വൈഡ് സ്പ്രെഡ് ന്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്, ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. സോ കുഞ്ഞുങ്ങൾക്ക് ഈ അനസ്തേഷ്യ കൊടുക്കുന്നത് സുരക്ഷിതമാണോ? അതായത് നമ്മളിപ്പം ചെയ്യുന്ന സർജറീസ് എന്ന് പറയുന്നത് എല്ലാം വന്ന് ഇൻഡിക്കേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ ഒരു ഹെർണിയ ആയാലും ഹൈഡ്രോസീൽ ആയാലും ഇപ്പം ഇങ്ങനെ അമ്പലിക്കൽ ഹെർണിയ, എന്തൊരു കണ്ടീഷൻ ആയാലും ഇറസ്പെക്റ്റീവ് അത് ഇൻഡിക്കേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് സജസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മളൊരു കേസിന് വരുമ്പം ഒരു രീതിക്ക് വരണം എന്നൊക്കെ പറയും. അതായത് NPO എന്നും പറഞ്ഞൊരു സംഭവം, അതായത് നിൽ പെർ ഓറൽ. അതായത് ഒരു സാധാരണ ഒരു GA കൊടുക്കേണ്ട ഒരു സർജറിക്ക് നമ്മൾ മിനിമം ഒരു സോഫ്റ്റ് സോളിഡ്, അതായത് ഇപ്പോൾ ഒരു ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും കൊടുക്കുന്നതാണെങ്കിൽ ഒരു 6 hours മുമ്പേ തന്നെ കൊടുക്കണം. അതുപോലെ ക്ലിയർ ലിക്വിഡ്സ് ആണെങ്കിൽ നമ്മൾ ഒരു 2 to 4 hours മുമ്പേ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൊടുത്ത് നിർത്തുക. പിന്നെ കുഞ്ഞ് കഴിച്ചില്ല എന്നും പറഞ്ഞ് നമ്മൾ എക്സ്ട്രാ ഫുഡ് കൊടുക്കുകയോ കുഞ്ഞ് കരയുന്നെന്നും പറഞ്ഞ് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. എന്തായാലും നമ്മളോട് തുറന്ന് പറയണം. ഈ സമയത്താണ് ഭക്ഷണം കൊടുത്തെങ്കിൽ ഈ സമയത്ത് ഭക്ഷണം കൊടുത്തെന്നോ, അല്ലെങ്കിൽ ഈ സമയത്ത് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയണം. അപ്പം നമ്മൾ അതൊക്കെ വെച്ച് നമ്മൾ ടൈം അസസ് ചെയ്തായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സർജറിക്ക് മുമ്പേ കുറേ പ്രീ ഓപ്പ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കണ്ടിട്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ വന്ന് ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കും ഫിറ്റ്നസ്സിന് വേണ്ടി. അവരുടെ സൈഡിൽ നിന്ന് ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം പീഡിയാട്രിഷ്യനും കാണും, അതേപോലെ അനസ്തറ്റിസ്റ്റും കാണും. ഇപ്പോൾ ഒരു ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീഷർ ഡിസോർഡർ, അതായത് ഫിറ്റ്സ് അങ്ങനത്തെയൊക്കെ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെ ഫിറ്റ്നസ് എടുക്കും. ഹാർട്ട് ഡിസീസ് ആണെങ്കിൽ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിനെ കാണിക്കും. അപ്പം നമ്മൾ പരമാവധി സേഫായിട്ട് ചെയ്യാനുള്ള രീതികളിലേ നമ്മൾ അപ്രോച്ച് ചെയ്യത്തുള്ളൂ. ഇപ്പം അനസ്തേഷ്യ കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന സർജറി തന്നെ ആകട്ടെ, മാതാപിതാക്കൾക്ക് ലൈക്ക് ഓൾറെഡി ടെൻഷനിലായിരിക്കാം, ബട്ട് എന്നാലും അവർക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും അവർ ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ എടുക്കേണ്ടതായിട്ടുണ്ടോ? അല്ല, കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് സ്ട്രെസ് ഉണ്ടാവുന്നതാണ്.
പക്ഷെ നമ്മളൊരു സർജറിക്ക് കൊണ്ടുവരുന്നതിന് മുമ്പേ ആ കുട്ടിയെ കുറച്ച് പ്രൈം ചെയ്ത് കൊണ്ടുവന്നാലായിരിക്കും ബെറ്റർ. എന്നുവെച്ചാൽ അവര് വരുമ്പോ അവർക്കൊരു ഒരു പെട്ടെന്നൊരു ട്രോമാറ്റിക് ആയിട്ട് തോന്നരുത്. എന്താണ് പെട്ടെന്ന് കയ്യില് ലൈൻ ഇടുന്ന അത് ഇത് അങ്ങനെ തോന്നാതെ അവര് വന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അതായത് ഈ എലക്ടീവ് സിറ്റുവേഷന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എലക്ടീവ് സർജറി സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ വന്ന് കുറച്ച് മൈൻഡ് മെയ്ഡപ്പ് ആയിരിക്കും. നമ്മളല്ലാതെ നമ്മൾ കൂടുതൽ അവരെ ഫോഴ്സ് ചെയ്യുന്ന പോലെ ആകാതെ കൊണ്ടുവരിക. പിന്നെ 100% പേരൻസിന് വന്ന് സ്ട്രെസ് കാണും. പക്ഷെ നിങ്ങൾ അതായത് പേരൻസ് അവരുടെ സ്ട്രെസ് കുട്ടികളിൽ കാണിക്കരുത്. അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അവരോട് പറഞ്ഞ് ഒന്ന് സമാധാനപ്പെടുത്തി വരിക. അത് നിങ്ങളും കൂടുതൽ സ്ട്രെസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെയും ഇപ്പൊ ഒരു മദർ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കുട്ടി കരയില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു സമാധാനപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. എന്തായാലും സ്ട്രെസ് എടുക്കേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ആ ഒരു ധൈര്യമാണ് നമ്മൾ അതിനാണ് നമ്മൾ ടീം ഓഫ് പീപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്. അനസ്തറ്റിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, ഇനി എന്തെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിയറ്റോളജിസ്റ്റും എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ ഹെർണിയ അല്ലെങ്കിൽ ഹൈഡ്രോസീൽ പോലുള്ള രോഗലക്ഷണം ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ തിരിച്ചറിയാം? ഇപ്പം ഈ ന്യൂ ബോൺ തൊട്ട് ഉള്ള കുട്ടികളിലാണ് ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷൻ കാണുന്നത്. ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോയിൻ റീജിയൻ, അതായത് നമ്മുടെ മൂത്രമൊഴിക്കുന്ന ദ്വാരത്തിന്റെ മേലത്തെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് ചിലപ്പോൾ 2 സൈഡിലും വരും. ഗ്രോയിൻ റീജിയനിൽ ഒരു ചെറിയ സ്വെല്ലിംഗ് വരാം. അപ്പം അത് വെച്ച് അത് കൂടുതലും കുട്ടികൾ കരയുമ്പം അത് വന്ന് നല്ല നല്ല രീതിയിൽ ഇങ്ങനെ വീങ്ങി നിൽക്കുന്ന പോലെ തോന്നും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഹെർണിയ ആണോ അല്ലെങ്കിൽ ഹൈഡ്രോസീൽ ആണോ എന്ന് നോക്കും. ഇപ്പോൾ ഹെർണിയ ആണ്, ഇഫ് ഇറ്റ് ഇസ് ഹെർണിയ നമ്മൾ വന്ന് ജനറലി നെക്സ്റ്റ് പോസിബിൾ സിറ്റിങ്ങിൽ തന്നെയാണ് സർജറി ചെയ്യുന്നത്. കാരണം ഹെർണിയയിലെ ഹെർണിയേറ്റിംഗ് കണ്ടന്റ് വന്ന് കൂടുതലും കുടലായിരിക്കും. ഓക്കെ, വെറസ് ഈ ഹൈഡ്രോസീൽ ആണെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ഫ്ലൂയിഡ്, വെള്ളമാണ്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ പറയും ഒരു 2 years വരെ വെയിറ്റ് ചെയ്തിട്ട് സർജറി ചെയ്താൽ മതി എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യും. അപ്പൊ ഏജ് ലിമിറ്റ് ഉണ്ടോ ഈ ഒരു സർജറി ചെയ്യാനായിട്ട്? അതായത് ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ന്യൂ ബോൺ ആണെങ്കിൽ തന്നെ ആയാലും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോസിബിൾ സിറ്റിംഗ്, അതായത് അടുത്ത എലക്റ്റീവായിട്ട് തന്നെ നമ്മൾ ചെയ്യും. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് ഒബ്സ്ട്രക്റ്റഡ്. ഒബ്സ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഹെർണിയ വന്ന് അവിടെ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ തന്നെ അപ്പം തന്നെ ചെയ്യേണ്ടി വരും. അല്ലാത്ത കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് എലക്റ്റീവായിട്ട് പോസ്റ്റ് ചെയ്ത് ചെയ്യാം. ഹൈഡ്രോസീൽ വന്ന് ഒരു 1.5 തൊട്ട് 2 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടേ നമ്മളത് പ്ലാൻ ചെയ്യത്തുള്ളൂ. ഈ കുട്ടികളുള്ള മാതാപിതാക്കളുടെ മേജർ ടെൻഷനാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ സർജറിയിലേക്ക് എപ്പോഴാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് എങ്ങനെയാണ്? സാധാരണ കുട്ടികളിൽ ഇപ്പോൾ ഒരു പാസിംഗ് ഹാർഡ് സ്റ്റൂൾസ് അത് തന്നെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫിഷർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര പെയിൻഫുൾ ഡിഫിക്കേഷൻ ആയിരിക്കാം, മലം പോകാൻ ഭയങ്കര വേദനയായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടീഷനിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സർജിക്കൽ കണ്ടീഷൻ ആലോചിക്കുന്നതിന് മുമ്പേ നമ്മൾ എല്ലാ മെഡിക്കൽ കോഴ്സും റൂൾ ഔട്ട് ചെയ്തിട്ടേ നമ്മൾ സർജറി ഒരു ഓപ്ഷൻ ആയിട്ടെങ്കിലും ആലോചിക്കത്തുള്ളൂ. അപ്പോൾ മെഡിക്കൽ കോഴ്സ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ആസ് എ പാർട്ട് നമ്മൾ വന്ന് തൈറോയിഡ് നോക്കും. പിന്നെ കുട്ടിയുടെ പൊട്ടി ട്രെയിനിങ് നല്ലതാണോ നോക്കും. എന്നുവെച്ചാൽ ചില കുട്ടികൾ ഡയപ്പർ ഇട്ട് വീട്ടിൽ അങ്ങനെ തന്നെയാണ് മോശം പോണെ. ഒരു ബാത്റൂമിൽ പോയി ഇരിക്കണം എന്നുള്ള ആ ഒരു ഇതില്ല. കാരണം അവരങ്ങനെയാണ് ട്രെയിൻഡ്. അപ്പം നമ്മൾ എല്ലാവരെയും ട്രെയിൻ ചെയ്താലല്ലേ നമ്മൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയത്തുള്ളൂ. ഈ കുട്ടികൾ ട്രെയിൻഡ് ആയിരിക്കത്തില്ല. അപ്പൊ അത് കാരണം അവർക്ക് നിന്നോണ്ട് തന്നെ പോവും, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ അതൊക്കെ റെക്ടിഫൈ ചെയ്യണം. പിന്നെ കുട്ടികളുടെ ഇൻടേക്ക് നല്ല അതായത് ഈ കൂടുതലും ബിസ്ക്കറ്റ്, പൊറോട്ട, ഈ ബ്രെഡ്, ബൺ, നൂഡിൽസ് ഇങ്ങനത്തെയൊക്കെ ഫുഡ് ഒത്തിരി കഴിക്കുന്ന കുട്ടികൾക്കും ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കുറച്ചൊക്കെ റെസ്ട്രിക്ട് ചെയ്യുകയും കുറച്ച് ഡയറ്ററി മോഡിഫിക്കേഷൻ കൊണ്ടുവരികയും പിന്നെ നല്ലോണം വാട്ടർ ഇൻടേക്ക് ഇമ്പ്രൂവ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നോക്കും. ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ടും വലിയ ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാക്സേറ്റീവ്സ് കൊടുക്കും. ലാക്സേറ്റീവ്സ് കൊടുത്ത് അത് വെച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ അതിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല, കുട്ടിക്ക് നല്ലൊരു ഡിസ്റ്റൻഷൻ ഉണ്ട് വയറിന്, അതായത് വേറെ വീക്കമുണ്ട്, അതുപോലെ തന്നെ കുട്ടി ഭയങ്കര ഇമാഷിയേറ്റഡ് ആണ്, നല്ല ഒരു വെൽ ബിൽറ്റ് അല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാണ് സർജിക്കൽ കണ്ടീഷൻസ് ആലോചിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളിൽ ഈ കീ ഹോൾ സർജറി ചെയ്യുമല്ലോ, അത് എത്രത്തോളം യൂസ്ഫുൾ ആണ് ആ ഒരു സർജറി ചെയ്യുന്നത്? ഓക്കെ, കീ ഹോൾ എന്ന് പറയുന്നത് നമ്മൾ ജനറലി ലാപ്രോസ്കോപ്പി ആണ്. അപ്പം കുട്ടികളുടെ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് കൂടുതലും അപ്പൻഡിസൈറ്റിസ് അല്ലെങ്കിൽ മെക്കൽസ് അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യണം. അപ്പം ഇത് എന്തുകൊണ്ട് ബെറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് റിക്കവറി പീരീഡ് ഭയങ്കര എളുപ്പമാണ്. അതായത് ഇന്ന് സർജറി ചെയ്യുകയാണെങ്കിൽ നാളെ തൊട്ട് തന്നെ നമുക്ക്
ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടുകയും ചെയ്യാം. ഉം. അവർക്ക് അവരുടെ സ്വന്തം ആംബുലേഷനോ ഉം. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഇപ്പോൾ ഉം. ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് മുറിവുണ്ട്, ആറാൻ സമയമെടുക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 100% ലാപ്രോസ്കോപ്പി ഒരു ബെറ്റർ ഓപ്ഷനാണ്. റീസെൻ്റ്ലി എൻ്റെ ഫാമിലിയിൽ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഒരു റിലേറ്റീവിന്. അപ്പൻഡിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ഈ കുട്ടി ഒരു 1 ഇയർ ആയിട്ട് പാരൻസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവരിത് കൺസൾട്ട് ചെയ്തെങ്കിലും ഡോക്ടർ വേറെ എന്തോ റീസൺ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇവരും ഇത് ഇഗ്നോർ ചെയ്തു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റൊമക് പെയിൻ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ റിസൾട്ടായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി അത് കൂടി അങ്ങനെ കൊണ്ടുപോയി കീ ഹോൾ സർജറി ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ മോസ്റ്റ്ലി ഐ തിങ്ക് ടീനേജേഴ്സിൽ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൻഡിക്സിൻ്റെ ഈ ഒരു പ്രശ്നം അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതുപോലെ അതിനെക്കുറിച്ച് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം പെയിൻ ആണെന്ന് പറയുമ്പോഴത്തേനും മോസ്റ്റ്ലി പാരൻസ് അത് ഇഗ്നോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങളിൽ. ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഓക്കെ. സോ ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി അതിൻ്റെ ഇൻഫെക്ഷൻ, അതാണ് മെയിൻ റീസൺ അപ്പൻഡിസൈറ്റിസ് വരാൻ. അപ്പം അത് വന്ന് എയ്തർ നമ്മുടെ വേം ഇൻഫെസ്റ്റേഷൻ, അതായത് വേംസ് വന്ന് ഈ അപ്പൻഡിക്സിന്റെ ലൂമനെ ബ്ലോക്ക് ചെയ്ത് ഇൻഫെക്ഷൻ വരാം. അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കാരണം മലം മുറുകിയിരുന്ന് അതും അപ്പൻഡിക്സിന്റെ ലൂമനെ ബ്ലോക്ക് ചെയ്ത് ഇൻഫെക്ഷൻ വരും. ഇതൊക്കെയാണ് കുട്ടികളിൽ കാണുന്ന മെയിൻ റീസൺസ് അപ്പൻഡിസൈറ്റിസ് വരാൻ. അപ്പം നമ്മൾ അപ്പൻഡിക്സ് വന്ന് ക്ലിനിക്കലായിട്ട് നോക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലെ ലോവർ അബ്ഡമനിൽ നല്ല പെയിൻ കാണും. അത് വെച്ചാണ് നമ്മൾ ക്ലിനിക്കലി പിക്കപ്പ് ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ അൾട്രാസൗണ്ട് വഴി നമ്മൾ നോക്കണം. അപ്പം അപ്പൻഡിസൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് അൾട്രാസൗണ്ട് വഴി അറിയാൻ പറ്റും. ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ CT സ്കാൻ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നോക്കിയാണ് സാധാരണ. പക്ഷെ മെയിനായിട്ട് നമ്മൾ നോക്കാന്ന് പറയുമ്പം ക്ലിനിക്കൽ ഇവാലുവേഷൻ ആണ്. അൾട്രാസൗണ്ടിനെയും കാട്ടിലും നമ്മൾ റൈറ്റ് ഇലിയാക് ഫോസ എന്ന് പറയും, അതായത് റൈറ്റ് ലോവർ അബ്ഡമനിൽ പെയിൻ ഉണ്ടോ എന്ന് നോക്കും. അതും പിന്നെ കുട്ടികളുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് CRP എലിവേഷൻ, ന്യൂട്രോഫീലിയ ഉണ്ടോ, കൗണ്ട്സ് എത്ര ഉണ്ട്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ അപ്പൻഡിക്സ് ആണോ അല്ലയോ നമ്മളൊരു ഡിസിഷനിൽ എത്തുന്നത്. പീഡിയാട്രിക്കിൽ സർജറീസ് എല്ലാം ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് കേൾക്കാറുണ്ട്. എന്താണ് ഈ ഒരു ടേം? ഓക്കെ. സോ ഡേ കെയർ സർജറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ രാവിലെ കൊണ്ടുവന്ന് സർജറി ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഡിസ്ചാർജ് ചെയ്യും. അപ്പം അത് കോമൺലി ഈ ഹേർണിയ, ഹൈഡ്രോസീൽ, ഓർക്കിഡോപെക്സി, സർക്കംസിഷൻ ഇങ്ങനത്തെ സർജറീസ് ആണ്. അംബലിക്കൽ ഹേർണിയ ഇതെല്ലാം വന്ന് ഡേ കെയർ സർജറീസ് ആണ്. ഡേ കെയർ എന്ന് പറയുമ്പോൾ കുട്ടികളെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു ഇത്ര മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഒരു 6 hours NPO കഴിയുമ്പോൾ നമ്മൾ സർജറി ചെയ്തിട്ട് അവരെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വിടും. ഇതാകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഒരു പ്രൊലോങ്ഡ് ഹോസ്പിറ്റൽ സ്റ്റേ, അവരുടെ എൻവിറോൺമെന്റ് മാറുക, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ഇറിറ്റബിലിറ്റി വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ഇല്ലാതെ രാവിലെ വരിക, ഏർലി മോർണിംഗ് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 9 മണിയാകുമ്പോൾ സർജറിക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് സർജറിയും കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലും പോവാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് വന്ന് ഈ ഹോസ്പിറ്റൽ ഇൻഡ്യൂസ്ഡ് ഈ ട്രോമ, ഈ ലൈന ഇതൊക്കെ കണ്ട് ഒത്തിരി അവരുടെ ആ ഒരു മെന്റൽ ഹെൽത്തിന് നല്ല ഒരു ഓപ്ഷനാണ് ഡേ കെയർ സർജറി. സാധാരണ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മൾ പരമാവധി എന്തൊക്കെ ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാം ഡേ കെയർ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കുട്ടികളിൽ നോർമലി സർജറീസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഈ കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറയുന്ന പോലെ തന്നെ പാരൻസിനും അതേ കാര്യം ആവശ്യമാണ്. അപ്പോൾ അവരെ എത്രത്തോളം നമ്മൾ അതിനായിട്ട് എന്താ പറയുക ഗൈഡ് ചെയ്യണം, അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ സർജറി? ഓക്കെ. സോ നമ്മൾ സർജറിക്ക് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ നിൽപ്പർ ഓറൽ എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കാതെ കൊണ്ടുവരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മദേഴ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടായിരിക്കും വിടുന്നത്. സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും നമ്മുടെ സൈഡിൽ നിന്നുള്ള പാരസെറ്റമോൾ, അതായത് വേദനയ്ക്കുള്ള മരുന്നുകൾ, ഓയിൻമെന്റ്സ് എല്ലാം പറഞ്ഞ് ക്ലിയർ ആയിട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ വെച്ച് അവർക്ക് വന്ന് ഓൾമോസ്റ്റ് നമ്മളൊരു ഒരു ക്ലിയർ ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാ ചെയ്യേണ്ടിയെന്നുള്ളത്. പിന്നെ കൂടുതലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡേ കെയർ സർജറീസ് ആയിരിക്കും. ഇപ്പം ഈ ഡേ കെയർ സർജറീസ് എന്ന് പറയുമ്പോൾ ഈ ഹെർണിയ, ഹൈഡ്രോസീൽ അല്ലെങ്കിൽ ഒരു അംബ്ലിക്കൽ ഹെർണിയ, ഓർക്കിഡോപെക്സോ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇൻസിഷൻ ഒന്നും ഇല്ല. ചെറിയ ഒരു 1 centimeter മുറിവേ കാണത്തുള്ളൂ കുട്ടികൾക്ക്. അപ്പം അതിൻ്റെയും നൂലെന്ന് പറയുന്ന സാധനം എല്ലാം അകത്തോട്ടായിരിക്കും, വെളിയിലൊന്നും കാണുന്ന രീതിയിലൊന്നും നൂല് കാണില്ല. അപ്പോൾ അതിനെന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് കുട്ടികളെ നമ്മൾ കുളിപ്പിക്കാൻ പറയും, സാധാരണയായിട്ട് കുളിപ്പിക്കണം. അതുപോലെ സാധാരണയായിട്ട് ഓയിൻമെന്റ് തേക്കുക. ഈ സർജറി കഴിഞ്ഞെന്നും പറഞ്ഞ് കുട്ടിയെ ഒന്നും നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടൊന്നും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ഈ കുട്ടികൾ സർജറി കഴിഞ്ഞെന്നും പറഞ്ഞ് ആരും അടങ്ങിയിരിക്കാനൊന്നും പോകുന്നില്ല. അവരവരുടെ ചാട്ടവും ഓട്ടവും അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങുമ്പോൾ ഇടിക്കാതെ ഒക്കെ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സർക്കംസിഷൻ ആകുമ്പോൾ ഒബ്വിയസ്ലി കുട്ടികൾക്ക് അത് തട്ടുമ്പോൾ തന്നെ വേദന കാണും, അതുകൊണ്ട് കുറച്ച് അടങ്ങിയിരിക്കും, ബാക്കിയുള്ളതൊന്നും അടങ്ങിയിരിക്കുമെന്ന് തോന്നത്തില്ല. ഓക്കെ. ഈ ആന്റിനേറ്റൽ കൗൺസിലിങ്ങും പീഡിയാട്രിക് സർജറിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആന്റിനേറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു പ്രഗ്നന്റ് മദർ
ഇപ്പോൾ പ്രഗ്നന്റ് മദറിൽ അനോമലി സ്കാൻ ചെയ്യത്തില്ലേ? അപ്പം ഈ അനോമലി സ്കാൻ ചെയ്യുമ്പം കൂടുതലുള്ള കൺജനിറ്റൽ അനോമലീസ് പിക്കപ്പ് ചെയ്യും. അതായത് ഈ ട്രക്കിയോ ഇസോഫേജിയൽ ഫിസ്റ്റുല, ഡയഫ്രമാറ്റിക് ഹേർണിയ, അതുപോലെ തന്നെ ഏനോറെക്ടൽ മാൽഫോർമേഷൻ ഒക്കെ പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസിനൊക്കെ പിന്നെ പിന്നെ മെയിനായിട്ടൊരു സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോളജിക്കൽ അനോമലീസ്, PUV, പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ്, അതുപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ്, ഇതെല്ലാം വന്ന് ആന്റിനേറ്റലായിട്ട് തന്നെ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്. അപ്പം ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ മദേഴ്സിനെ ആന്റിനേറ്റലായിട്ട് തന്നെ ഒരു പ്രൈം ചെയ്ത് വെക്കും. അതായത് കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് സർജറി വേണമെന്നും അതിൻ്റെ പിന്നെ അതിൻ്റെ ഒരു എല്ലാ ഇമോഷണൽ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും ഓൾറെഡി. അപ്പോൾ അവർക്ക് കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഒരു ഷോക്ക് പോലെ ആവത്തില്ല. അപ്പം ഇപ്പോഴത്തെ കുറേ കൺജനിറ്റൽ അനോമലി സർജിക്കലി ട്രീറ്റബിൾ ആണ്. അപ്പം അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അല്ലാത്ത കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ടെർമിനേഷൻ ആയിരിക്കും സജസ്റ്റ് ചെയ്യണേ. പക്ഷെ അല്ലാത്ത നല്ല ഔട്ട്കം ഒക്കെ ഉള്ള കൺജനിറ്റൽ അനോമലീസ് ആണെങ്കിൽ അതൊക്കെ നമ്മൾ സർജിക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി, അതാണ് മെയിൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നല്ല രീതിയിൽ നല്ലൊരു NICU വേണം. അതുപോലെ തന്നെ ഒരു സെറ്റപ്പ് വേണം. ഒരു ന്യൂ ബോൺ പെട്ടെന്ന് വന്ന് നമുക്ക് സർജിക്കലായിട്ട് ചിന്തിക്കാൻ തന്നെ ഉള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് ന്യൂ ബോൺ കെയർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം സർജറി എന്ന് പറഞ്ഞാൽ സർജറി ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞ് ന്യൂ ബോൺ കഴിയത്തില്ല. സർജറി കഴിഞ്ഞിട്ട് NICU സ്റ്റേ, NICUവിലെ വെന്റിലേറ്റേഴ്സ്, അതെല്ലാം നമ്മൾ നോക്കണം. ഒക്കെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി പ്രാക്ടീസ് ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് പീഡിയാട്രിക് സർജറി പെട്ടെന്നൊരു ചെറിയൊരു ക്ലിനിക്ക് ഇട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റി അല്ല. ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഈ സർജറീസിനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പീഡിയാട്രിക് ICUവിന്റെ ഒരു അവൈലബിലിറ്റി, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. സോ ലൈഫ് ലൈൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു നമുക്ക് ഇവിടെ ഒരു ടേർഷ്യറി സെറ്റപ്പ് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്ററാണ്. അതായത് ഇവിടെ നമുക്കൊരു നല്ലൊരു ഫുൾ ബ്ലോൺ NICU ഉണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 70 ബെഡഡ് NICU ആണ്, വിത്ത് വെന്റിലേറ്റർ ഫെസിലിറ്റീസും എല്ലാം. അതും പിന്നെ വന്ന് നമ്മുടെ OTs ആയാലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ കുട്ടി ജനിക്കുമ്പം തന്നെ അവിടെ ആ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുട്ടിയെ ഇൻസ്പെക്ട് ചെയ്ത് എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ എന്ന് പിക്കപ്പ് ചെയ്യാൻ ഒരു പീഡിയാട്രീഷ്യനും എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പം അതൊക്കെ വെച്ചാണ് നമുക്ക് വന്ന് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആയിരിക്കും ഈ കിട്ടുന്നത്. എന്താണ് പീഡിയാട്രിക്സ് എന്ന് തുടങ്ങി കുട്ടികൾക്കുണ്ടാകുന്ന ഓരോ സർജറി, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റീസൺസ്, കോസസ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ.